ഹായ് ഫ്രണ്ട്സ്, ഉർമീസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. നാളെയാണ് വിഷു അല്ലേ? ഇപ്പം ഞാൻ ഈ വീഡിയോ എന്നാ ഇടുന്നതെന്ന് അറിയില്ല. എന്തായാലും എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് ഞാൻ വിഷു ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് എന്താണ് വീഡിയോസ് ഒന്നും വരാത്തത്, ക്രാഫ്റ്റ് വീഡിയോസ് എന്താ വരാത്തതെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ക്രാഫ്റ്റ് ക്ലാസ്സസൊക്കെ കുറേ പോകുന്നതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ സമയം കിട്ടാത്ത കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സസിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. കൂടാതെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ആനച്ചന്തമുള്ളൊരു എന്താ പറയുക, ഒരു വാൾ ഹാങ്ങിങ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല വിഷുക്കണി, അതായത് കുറച്ച് സർപ്രൈസ് എലമെൻറ്റ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ലേറ്റ് ആയി എന്നാൽ പോലും നമുക്ക് വീട്ടിൽ ഇഷ്ടംപോലെ സമയമൊക്കെ കിട്ടുമ്പോൾ ചെയ്ത് നോക്കാവുന്ന ഒരു വാൾ ഹാങ്ങറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹാപ്പി വിഷു വൺസ് അഗെയിൻ. നമുക്ക് അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബേസ് ബോർഡാണ്. ബേസ് ബോർഡ് ഒരു പെട്ടി മുറിച്ചപ്പോൾ കഷ്ണങ്ങളാക്കി ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. അതിന് ഞാൻ ആദ്യം തന്നെ ഫെവിക്രിലിൻ്റെ ആക്രിലിക് പെയിന്റ് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു വൈറ്റ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വൈറ്റ് കളർ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ സൈഡ്സിലും എല്ലാ എഡ്ജസിലും കംപ്ലീറ്റ് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ ഏത് കളർ യൂസ് ചെയ്താലും, ബ്ലാക്ക് ഒഴികെ ഏത് കളർ യൂസ് ചെയ്താലും പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. എന്താ പറയുക, പ്രത്യേക ഒരു ഷൈനിങ് ആയിരിക്കും. പിന്നെ കുറച്ചുകൂടെ പെയിന്റ് ലോങ് ലാസ്റ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വൈറ്റ് പെയിന്റ് നന്നായിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഡ്രൈ ആയതിനു ശേഷം ഞാനിപ്പോൾ ഒരു ക്രോം യെല്ലോ ആണ്, ഫെവിക്രിലിൻ്റെ ക്രോം യെല്ലോ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രഷ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം ഒരു കുപ്പിയുടെ അത്യാവശ്യം പഴയ എന്തെങ്കിലും ഒരു ബോട്ടിലോ എന്തെങ്കിലും പഴയ ചെപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂടി വേണം. നമുക്ക് ഉരുളി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് കളയാണ്. ഏകദേശം ഒരു മിഡിൽ ഒരു സെൻറ്റർ ഇത് നോക്കിയിട്ട് ഞാൻ അതിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള കത്തി ഹീറ്റ് ചെയ്തിട്ടാലും നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ പഴയൊരു കീ ചെയിനിലുണ്ടായിരുന്ന പൊട്ടിയൊരു കീ ചെയിനിലുണ്ടായിരുന്ന ഒരു കൃഷ്ണനെ എടുത്തിട്ടുണ്ട്. കൃഷ്ണനെ ഇതുപോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പല ടൈപ്പിലുള്ള നോട്ടീസുകളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ കൃഷ്ണൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടാവും അല്ലേ, അത് വെച്ചിട്ടായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഒരു കീ ചെയിൻ കിട്ടിയതുകൊണ്ട് ഞാൻ അത് വെച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ. ഇപ്പോൾ രണ്ടും ഉള്ള ആൾക്കാരുണ്ടാവില്ല, ചിലവരുടെ ഫാബ്രിക് ഗ്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫാബ്രിക് ഗ്ലൂ മാത്രം യൂസ് ചെയ്യുക. ഗ്ലൂ ഗണ്ണ് ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വർക്കിൽ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാൽക്കണ്ണാടിയാണ്. ആറന്മുള വാൽക്കണ്ണാടി പോലെയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. മോൾഡിറ്റ് വെച്ചിട്ടാണ്. മോൾഡിറ്റിൻ്റെ യൂസ് പലർക്കും അറിയാം. അതൊരു എയർ ഡ്രൈ ക്ലേ ആണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഈ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രീ ആയിട്ട് എനിക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ടൈപ്പിലുള്ള വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ വിഷുക്കണിക്ക് വെക്കാൻ പറ്റുന്ന പല ഐറ്റംസ് ആണ്. ചക്കയാണ് ആദ്യം ചെയ്തത്. ഇപ്പം ഞാൻ തേങ്ങ ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലൂ ഗൺ ഉള്ളവർക്ക് ഗ്ലൂ ഗൺ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ കീ ചെയിൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കീ ചെയിൻ്റെ ഒരു ഇത്രയും കൂടെ ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ടിഷ്യൂ പേപ്പർ ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നുകൂടെ നന്നായിട്ട് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മളെല്ലാം ഈ മോൾഡിറ്റ് ക്ലേ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഡ്രൈ ആക്കാനായിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഉരുളി ഒന്ന് നല്ല ഭംഗിയിലാക്കി എടുക്കാൻ പോവാണ്. ഇപ്പം നമുക്ക് കുപ്പിയുടെ അടപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഉരുളിയാക്കി മാറ്റാൻ പോവുകയാണ്.
ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ക്ലേ ഒക്കെ അപ്പോൾ തന്നെ കുഴച്ചെടുത്ത് നമ്മൾ ഓരോ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഏകദേശം ഒരു 2 മോൾഡിറ്റ് മാത്രമേ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാം മിനിയേച്ചർ ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അധികം ക്ലേ ഒന്നും ആവശ്യം വരില്ല. ഇനിയിപ്പോൾ ഹോം മെയ്ഡ് ക്ലേ ചെയ്യാൻ അറിയുന്നവർക്ക് അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ. പക്ഷെ അതിന് എത്രയും നാളെ സ്റ്റെബിലിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൂപ്പലൊക്കെ പിടിച്ച് ചീത്തയാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്സൊക്കെ വേണ്ടവർക്ക് തീർച്ചയായിട്ടും മോൾഡിറ്റ് ക്ലേ തന്നെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കണിക്കൊന്നയും പിന്നെ കുറച്ച് ഇങ്ങനെ കളേഴ്സൊക്കെ, ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വിഷുവിന് വേണ്ടത് കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ കുറച്ച് വർക്ക്സാണ് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഉരുട്ടിയിട്ട് ചെറിയൊരു ഇതുപോലെ പരത്താം, റൗണ്ട് ഷേപ്പിലാക്കി പരത്താം. അതിനുശേഷം തള്ളവിരൽ വെച്ച് ജസ്റ്റ് അതിനൊന്ന് അമർത്തി കൊടുത്തിട്ട് 4 സൈഡിലൂടെയും ഇതുപോലെ കട്ടർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് കണിക്കൊന്നയുടെ ആ ഒരു ഷേപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ മരക്കൊമ്പ് പോലെ വെച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേളിലാണ് കണിക്കൊന്ന ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കണിക്കൊന്നയൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വിഷുവിൻ്റെ ഒരു വാൾ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വിഷു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷു എന്നുള്ളൊരു 2 അക്ഷരങ്ങൾ നമ്മളിതിലേക്ക് മോൾഡിറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പോവാണ്. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മോൾഡിറ്റ് ക്ലേ യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് നല്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ഗ്ലാസ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കവറായാലും മതി. നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഏത് ഷേപ്പിലാണോ അത് ഡ്രൈ ആക്കാൻ വെച്ചത് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഡ്രൈ ആയതിനു ശേഷം പതുക്കനെ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ പേപ്പറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാർബൺ പ്രിന്റ് വരാനും അതുപോലെ തന്നെ നമുക്കതിന് ശേഷം അടർത്തിയെടുക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിലെല്ലാം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മളിതൊന്ന് ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട് പെയിന്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്തു. നമ്മുടെ ഉരുളിയിൽ നമ്മൾ കുറച്ച് കല്ലുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ കളർഫുൾ അല്ലാത്ത ഒരു വിഷുക്കണിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നല്ല കളേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യണം. എന്നാലേ കാണുമ്പോൾ ഒരു എന്താ പറയുക, കണ്ണിനൊരു കുളിർമയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമുക്ക് ഓരോ കളേഴ്സായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് കുറച്ച് പണിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ മിനിയേച്ചർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും നമുക്ക് പെയിന്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അത് സമയമെടുത്ത് തന്നെ നമ്മൾ കുറച്ച് ക്ഷമയോടെ തന്നെ ഇരുന്ന് ചെയ്യാം. പെയിന്റ് ചെയ്യുമ്പോൾ പോയിന്റഡ് ബ്രഷസ് തന്നെ യൂസ് ചെയ്യുക. പൈനാർട്ടിൻ്റെ ബ്രഷസ് ആണ് ഞാൻ എൻ്റെ വർക്ക്സിനെല്ലാം യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ റെക്കമെൻഡ് ചെയ്യാറ് കേട്ടോ. പൈനാർട്ടിൻ്റെ ബ്രഷസ് വളരെ നല്ലതാണ്, കോസ്റ്റ് ഇഫക്റ്റീവ്, അതുപോലെ തന്നെ ബ്രിസിൽസ് ഒക്കെ വളരെ സ്മൂത്താണ്. ഇനിയിപ്പോൾ നമ്മൾ കണിക്കൊന്നയ്ക്കാണ് കളർ കൊടുക്കാൻ പോകുന്നത്. ഓരോന്നും നമ്മൾ കളർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈയിങ് ടൈം കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ആവാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഗ്രാൻഡ് ആക്കാനായിട്ട് ഞാൻ റെഡ് കളർ ആഡ് ചെയ്യാൻ പോവാണ്. യെല്ലോ കളർ കൊടുക്കുമ്പോഴത്തേനും ഒരു ഫെയ്ഡഡ് ലുക്കാണ് വരുന്നത്. ഒരു കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാണ്. അത് വിഷുക്കണിക്ക് വേണ്ടി മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. താഴെ നമ്മൾ ഓൾറെഡി ലെറ്റേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിലേക്ക് ചെയ്യുമ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ മുകളിലത്തെ പോർഷന് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോംപോംസ് ആണ്. പോംപോംസ് അറിയാം നിങ്ങൾക്ക്, പലരും യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ പലരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു ബേസ് ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഉളൻ ത്രെഡ് ചുറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ആണത് യെല്ലോയും ഗ്രീനും ആണ്. അപ്പോൾ കണിക്കൊന്ന അല്ലെങ്കിൽ വിഷു എന്നൊക്കെ പറയുമ്പോൾ മഞ്ഞയും പച്ചയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരാം അല്ലേ. അപ്പോൾ ഇതേ കളേഴ്സാണ് ഞാൻ ഈ ഒരു തീം ബേസ്ഡ് ആയിട്ട് ഈ ഒരു വാൾ ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതുപോലെ കട്ട് ചെയ്യുക, വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം എൻ്റെ കയ്യിലുള്ള പഴയ ജുംകാസൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോഴാണ് ഇതിൻ്റെ യൂസ് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെയുള്ള യൂസസ് ആണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത്. ഓർണമെൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ്, ഓർണമെൻറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനത് കളക്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ യൂസ് കറക്റ്റ് ഇതാണെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതുപോലുള്ള ജുംകാസ് ഞാനൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പഴയ ബീഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ 2 കളേഴ്സ് വെച്ചിട്ട് നമുക്കിതുപോലെയുള്ള പോംപോംസ് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മറന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നിലവിളക്ക്. ഞാനപ്പോൾ 2 സൈഡിലും നിലവിളക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ ഇതുപോലെയുള്ള പോംപോംസ് ഒക്കെ നമുക്ക് വെക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. ഫാബ്രിക് ഗ്ലൂ ഉള്ളവർ അതായാലും യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ത്രെഡ് എടുത്തിട്ട് ഹാങ് ചെയ്യാനായിട്ട് പാകത്തിന് ഞാനൊരു ഹാങ്ങിങ് ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ വുളൻ ത്രെഡ് ആയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 2 അഴയോ 3 അഴയോ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫേമായിട്ട് അവിടെ നിന്നോളും. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലുള്ള പോംപോംസ് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബേസ് ബോർഡിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് എല്ലാ സൈഡിലേക്കും കൊടുക്കാം. ഞാനിപ്പോൾ 2 സൈഡിലേക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഫാസ്റ്റായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇഴകൾ അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ടതാണ് ഗ്ലൂ ഗൺ. എന്ന് വെച്ചാൽ പെട്ടെന്ന് കൈ ചൂടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കിടക്കുന്ന നൂലിഴകളൊക്കെ നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതൊന്നുകൂടെ ഫോം ആവാനായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം ഓരോ ഡ്രോപ്പും അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അങ്ങനെ ഫേമായിട്ട് അവിടെ തന്നെ പിന്നെ നിന്നു, ഒരിക്കലും ഊരിപ്പോരാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ ഇത് കഴിയുന്നതോടെ നമ്മുടെ വാൾ ഹാങ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും കളേഴ്സൊക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റീടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വാൾ ഹാങ്ങിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ.